നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരി, ഇറങ്ങുന്നില്ലേ? അല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പോണം. ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഈ കേട്ടത് എനിക്ക് വിശ്വസിക്കോ? ഈ ചായ കുടിച്ചിട്ട് പോവാന്ന് തന്നെയാണോ വന്നേരം പറഞ്ഞേ? എന്താ ഇത്ര സംശയം? അല്ല, മുഖത്ത് നേരെ ഒന്നും നോക്കുപോലും ചെയ്യാത്ത ആളാ. അങ്ങനെ ഒരാള് ചായ കുടിച്ചിട്ട് പോവാന്ന് പറയുമ്പോ പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്ത് കഴിയുമ്പോ പെരുമാറ്റത്തിലും അതിൻ്റെതായ വ്യത്യാസം കാണുമല്ലോ. ഇവിടെ വന്നു കഴിയുമ്പോ പോയിട്ട് അത്യാവശ്യമുണ്ട്, അല്പം ബിസിയാണെന്നൊക്കെ ഞാൻ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വന്ദന പറയുന്നത് കേൾക്കാനായിട്ടാ. പക്ഷേ തിരക്കുള്ള ആളല്ലേ, പൊയ്ക്കോട്ടെ എന്നാണ് വന്ദന എപ്പോഴും പറയാറ്. അത് എന്നെ ഒഴിവാക്കാനായിരുന്നു, ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. എന്നാലും വന്ദന ആദ്യമായിട്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നല്ലേ. ഈ ക്ഷണം ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ. ശരി, ഞാൻ വരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതെന്താ? ചായ കുടിക്കാനാണല്ലോ ക്ഷണിച്ചത്. എനിക്ക് തരുന്ന ചായ വന്ദനയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. പറ്റുമോ? വന്ദന അന്നത്തെ പോലെ ഉപ്പിട്ട് ചായ തന്നാലും ഞാൻ കുടിക്കും. വന്ദന ഉപ്പിട്ടുണ്ടാക്കിയ ചായ മറ്റുള്ളവരെ അറിയിക്കാതെ കുടിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ആ ഉപ്പുരസവും മധുരമായി കരുതി ഞാൻ കുടിച്ചില്ലേ. വന്ദന സമ്മാനിക്കുന്ന കയ്പിനുമുണ്ട് ഒരു മധുരം. പിന്നെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതെന്താ? ഇന്ന് തരാൻ പോകുന്ന ചായയിൽ ഉപ്പ് ചേർക്കരുത്, പ്ലീസ്. അല്ല, പിന്നെ ഇപ്പൊ പറഞ്ഞതോ? എന്ത്? ഞാൻ ഉപ്പിട്ട് തരുന്ന ചായയിലുണ്ട് ഒരു മധുരം. അത് ഞാനൊരു തമാശ പറഞ്ഞതാ. എങ്കിൽ ആ തമാശ ഞാൻ വരവ് വെച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.